മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഉമാ തോമസ് എംഎൽഎക്ക് പരിക്ക് പറ്റിയ സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ സിഇഒ അറസ്റ്റിൽ. ഷമീർ അബ്ദുൾ റഹീമാണ് അറസ്റ്റിലായത്. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ നേരത്തെ രണ്ടുപേർ അറസ്റ്റിലായിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. വിവരങ്ങളുമായി ഡാനി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ സിഇഒ അറസ്റ്റിലായിരിക്കുന്നു അല്ലെ? എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് വൈകിട്ടാണ് ഇയാളെ എറണാകുളത്ത് കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലാരിവട്ടം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഇന്നലെ ഉമാ തോമസ് അപകടത്തിലായ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 3 ആയിട്ടുണ്ട്. ഒന്ന് സ്റ്റേജിന്റെ കരാറുകാരനായ മുളന്തുരുത്തി സ്വദേശി ബെന്നി, അതോടൊപ്പം തന്നെ ഇതിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കാർ ഇവന്റ്സിന്റെ മാനേജറായ കൃഷ്ണകുമാർ എന്നീ രണ്ടുപേരെയും നേരത്തെ അറസ്റ്റ് ചെയ്ത് ശേഷം ജാമ്യത്തിൽ വിട്ടിരുന്നു. കാരണം ഇവർക്ക് ആ രീതിയിലുള്ളൊരു വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അറസ്റ്റും അതേ സമാന സ്വഭാവത്തിലുള്ളത് തന്നെയാണ്. കാരണം മറ്റുള്ളവരുടെ ജീവന് അതിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയെന്നത് അടക്കമുള്ള കാരണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വൈകാതെ പാലാരിവട്ടം പോലീസ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾ അടക്കം ഈ കമ്പനിയുടെ മൃദംഗ വിഷന്റെ സിഇഒയും അതോടൊപ്പം തന്നെ MDയും നേരത്തെ മുൻകൂർ ജാമ്യത്തിന് നൽകിയിരുന്ന നികോഷ് കുമാർ എന്ന് പറയുന്ന MDയെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് സമർപ്പിച്ചിരുന്നത് പരിഗണനയിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച മുൻകരുതൽ ഒരുക്കുന്നതിൽ വന്നിരിക്കുന്നു എന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ADGP തന്നെ നേരിട്ട് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കമ്മീഷണർ അടക്കം നിർദ്ദേശം നൽകിയിരുന്നു. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നിപ്പോൾ 3 പേരെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.